ഓരോ സ്ഥാനാർത്ഥികളുടെയും പേര് വിവരം വെച്ചുകൊണ്ടും ആകെ സീറ്റിൻ്റെ എണ്ണം വെച്ചുകൊണ്ടുമൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളും ഫേക്ക് ന്യൂസുകളും ശരിയായ ന്യൂസുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ക്ലാരിറ്റി വരുന്നതിന് അടുത്ത 4-5 ദിവസം കൂടെ കൊണ്ടേ നല്ല ക്ലാരിറ്റി വരുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസും ലീഗുമായി വലിയ ചർച്ച നടന്നു കഴിഞ്ഞു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന പ്രാഥമിക വാർത്തകൾ, വിവരങ്ങൾ 27 സീറ്റിൽ ലീഗ് മത്സരിക്കും എന്നുള്ളതാണ്. 140 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 10 സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്നത്. 5 സീറ്റിലാണ് RSP മത്സരിക്കുന്നത്. KK രമയുടെ RMB ഒരു സീറ്റിൽ മത്സരിക്കും. CP ജോണിൻ്റെ CMB ഒരു സീറ്റിൽ മത്സരിക്കും. പിന്നെ 27 സീറ്റ് ഇവർക്കായി. അനൂപ് ജേക്കബ് ഒരു സീറ്റിൽ, കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ അനൂപ് ജേക്കബ് ഒരു സീറ്റിൽ മത്സരിക്കും. പിന്നെ ബാക്കിയുള്ള സീറ്റുകളെന്ന് പറയുന്നത് കോൺഗ്രസ് എടുത്ത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, പിന്നെ RSP, CMB ഇങ്ങനെയുള്ള പാർട്ടികളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് CK ജാനുവിൻ്റെ ഒരു പാർട്ടിയും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കൊരു സീറ്റ് കൊടുക്കുമോ? പിന്നെ PV അൻവർ വന്നു. PV അൻവറിന് ബേപ്പൂർ സീറ്റ് കൊടുക്കുന്നു. ബാക്കി സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത്. അതിൽ 27 സീറ്റ് ടോട്ടലുള്ളതിൽ 27 സീറ്റ് ലീഗിന് കൊടുത്തു. ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ലീഗിൽ മത്സരിക്കാൻ ഷർട്ടടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളത്. ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുനീർ സാഹിബിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മുനീർ സാഹിബ് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം അഷറഫ് അലിയുണ്ട്, TK അഷറഫ് അലിയുണ്ട്, പിന്നെ PNA സലാമുണ്ട്, അതുപോലെ തന്നെ PK ഫിറോസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ഇതിനകത്ത്. പിന്നെ വനിതകളുടെ പ്രാതിനിധ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വനിതകൾ വലിയൊരു ടീമായി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. TK അഷ്റഫിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം സൂചിപ്പിച്ചു. അങ്ങനെ വലിയ ഒരു ലിസ്റ്റ്, 27 പേരുടെ ഒരു ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ പിന്നെ ലീഗ് കാണുന്നൊരു സാധ്യത ചിലപ്പോൾ ഒരു 1-2 വനിതകൾ ലിസ്റ്റിൽ കയറി വരാൻ സാധ്യതയുണ്ട്. ഒരു ഹിന്ദു നാമധാരി, കാരണം ഇവരൊരു മതേതര പാർട്ടിയാണ് ലീഗെന്ന് വരുത്തി തീർക്കേണ്ടത്, പ്രത്യേകിച്ച് BJPയും കൂടെയൊക്കെ ശക്തമായ സാഹചര്യത്തിൽ ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ മുസ്ലിം ലീഗ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിന്ദു നാമധാരിയുടെ പേര് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം പുനലൂരോ ചടയമംഗലത്തോ ആയിരിക്കും. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു ഹിന്ദു പേരുള്ള ഒരു വനിത ഇവരെ കൂടെ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. 1-2-3 പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊരാളിനായിരിക്കും കൊല്ലം ജില്ലയിലെ പുനലൂർ സീറ്റ് പലപ്പോഴും CPI ജയിക്കുന്ന സുപാലും രാജുവും ഒക്കെ രാജു മന്ത്രിയൊക്കെ ജയിച്ചിട്ടുള്ള വലിയ CPIക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പുനലൂർ, കൊല്ലം ജില്ലയിലെ. പക്ഷേ അത് ചിലപ്പോൾ ലീഗ് വാങ്ങിയിട്ട് ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു പേരുള്ള വനിതയ്ക്ക് കൊടുക്കാനുള്ള സാധ്യതയും. അപ്പോൾ 2 കാര്യങ്ങൾ സാധിക്കും. ഒന്ന്, വനിതയ്ക്ക് കൊടുത്തതുമായി; 2, ഹിന്ദുവിന് കൊടുത്തതുമായി. ഒരു വെടിക്ക് 2 പക്ഷിയുമായി. പിന്നെ 2 വെടിക്ക് ഒരു പക്ഷി ഒരു ഇതുമായി തിരിച്ച്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി, ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള കറക്റ്റിലായി. അതായത് 2 കാര്യങ്ങളും ഒരേ സമയം നടക്കും. ഒരു വനിതയ്ക്കും കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം ആർക്കും കൊടുത്തു? പിന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളിനും കൊടുത്തു. അതിലൂടെ ഞങ്ങൾ വനിതാ സംവരണം ഉറപ്പാക്കി, ഹിന്ദു സംവരണം ഉറപ്പാക്കിയതിലൂടെ ഞങ്ങളൊരു മതേതര പാർട്ടിയുമായി.